അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്: തുടർച്ചയായ 5 ഇരട്ടസംഖ്യകളുടെ ശരാശരി 48 ആയാൽ അവയിൽ വലിയ സംഖ്യ ഏത്? അപ്പോൾ ചോദിക്കട്ടെ, എന്താണ് ഇരട്ടസംഖ്യകൾ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഇരട്ടസംഖ്യകൾ എന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. എന്താ ഇരട്ടസംഖ്യകൾ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം 2, 4, 6, 8 ഇരട്ടസംഖ്യകൾ അറിയുന്നതാണ് അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തുടർച്ചയായ 5 ഇരട്ടസംഖ്യകളാണുള്ളത് എന്നാണ്. അപ്പോൾ ഞാൻ വെറുതെ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നുക, ഏതോ 5 ഇരട്ടസംഖ്യകളുടെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ ഞാനത് എ ആണ്, ബി ആണ്, സി ആണ്, ഡി ആണ്, ഇ ആണ്. ABCD ഇ ഇതാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന തുടർച്ചയായ 5 ഇരട്ടസംഖ്യകൾ എന്ന് ഞാൻ മനസ്സിൽ വെറുതെ അങ്ങോട്ട് വിചാരിച്ചു. ABCD ഇ ഇതാണ് തുടർച്ചയായ ഇരട്ടസംഖ്യകൾ. അപ്പോഴേ ഞാൻ ഒരു ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാൻ. നമ്മൾ PSCക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഈ ഇത് പഠിക്കണത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചോദ്യമൊക്കെ ചെയ്യാൻ നമുക്ക് അതിൻ്റേതായ വഴികളൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും ഓർക്കേണ്ടത്, നമുക്ക് 1 സെക്കൻഡ് കൊണ്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ആൻസർ. 1 സെക്കൻഡ് കൊണ്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഇതിലേക്ക് നോക്കിയിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റിയ വളരെ നല്ല കാര്യമാണ്. അത്രയും സമയം നമുക്ക് ലാഭം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടായിട്ട് ഒരു ചെറിയൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ തുടർച്ചയായ 5 ഇരട്ടസംഖ്യകൾ എന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓർത്തു വെച്ചോ, തുടർച്ചയായ 5 അപ്പോൾ പ്രത്യേകം ഓർക്കുക, തുടർച്ചയായ 5 ഇരട്ടസംഖ്യകൾ അല്ലേ? അപ്പോൾ തുടർച്ചയായ ഇരട്ടസംഖ്യകളാണെങ്കിൽ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചോ, അതിൻ്റെ നടുക്ക് നിൽക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും അതിൻ്റെ ശരാശരിയായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ABCD E ഇതല്ലേ നമ്മുടെ 5 ഇരട്ടസംഖ്യകളായിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതിൽ ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും അതിൻ്റെ ശരാശരിയായിട്ട് വരിക. അപ്പോൾ ഇവിടെ C ആണ് ഒത്ത നടുക്ക്, അതാണ് 48 അല്ലേ? 48 ശരാശരി എന്നല്ലേ ചോദ്യം പറഞ്ഞത്. അപ്പോൾ ഇവിടെ C ആയിരിക്കും 48 ആയിട്ട് വരിക. അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഏതാണോ ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ അതായിരിക്കും അതിൻ്റെ ശരാശരി ആയിട്ട് വരിക. അത് 48 ആണ്. അപ്പോൾ ഇവിടെ 48 കിട്ടിയാലേ 48ൻ്റെ തൊട്ട് പുറകിലുള്ള ഇരട്ടസംഖ്യ ഏതായിരിക്കും? അത് 46 ആയിരിക്കണ്ടേ? അതിൻ്റെ തൊട്ട് പുറകിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് 44 ആയിരിക്കും. ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ 48 കഴിഞ്ഞാൽ വരുന്ന ഇരട്ടസംഖ്യ അത് 50 അല്ലേ? അടുത്തത് 52. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി എത്ര വേണമെങ്കിലും എഴുതിക്കൂടെ? അപ്പോൾ ഓർത്ത് വെക്കുക, തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും അതിൻ്റെ ശരാശരിയായിട്ട് വരിക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക, ഒരിക്കലും മറക്കരുത്. അത് 48. അപ്പം 48 ഒത്ത നടുക്കാവുന്നത്. അപ്പോൾ 48 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ള ഇരട്ടസംഖ്യകൾ എഴുതി പോയാൽ പോരെ. അപ്പോൾ ഇവിടെ എന്താ ചോദ്യത്തിൻ്റെ ആവശ്യം? വലിയ സംഖ്യ ഏതെന്നാ? സോ വലിയ സംഖ്യ 52 നമുക്ക് വേണ്ട ആൻസർ. ഓക്കെ, അപ്പോൾ ഓർക്കുക, മറക്കാതിരിക്കുക, ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും അതിൻ്റെ ശരാശരിയായിട്ട് വരിക എന്നുള്ളത്. ഒരു ചെറിയൊരു കാര്യം കേട്ടോ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഇരട്ടസംഖ്യകളാണെങ്കിൽ ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ആയിരിക്കും അതിൻ്റെ ശരാശരി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇരട്ടസംഖ്യ 2, 4, 6 ഇരട്ടസംഖ്യ എഴുതി. നമ്മൾ ഒറ്റസംഖ്യയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞു, തൊട്ട് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഒറ്റസംഖ്യ ആണെങ്കിലും ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ആയിരിക്കും അതിൻ്റെ ശരാശരി നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഒറ്റസംഖ്യ ഞാനൊന്ന് എഴുതുകയാണ്, 3, 5, 7. ഓക്കെ, അപ്പോൾ ഈ ഇരട്ടസംഖ്യ നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഈ ഇരട്ടസംഖ്യയുടെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ ഒത്ത നടുക്ക് നിൽക്കുന്ന 4 അല്ലേ? ഇത് ആണ്. ഇപ്പം നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഒറ്റസംഖ്യകൾ 3, 5, 7 ഈ ഒറ്റസംഖ്യകളിലെ ശരാശരി ഏതാണെന്ന് ചോദിച്ചാൽ ഒത്ത നടുക്ക് നിൽക്കുന്ന 5 ആയിരിക്കും അത് അല്ലേ? അപ്പം നമ്മൾ ഇതിൽ പ്രത്യേകം എടുത്ത് ആലോചിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്ക്, ഈ 2, 4, 6 തുടർച്ചയായിട്ടുള്ള 3 ഇരട്ടസംഖ്യകളാണ്. ഈ 2നോട് കൂടി എത്ര കൂട്ടിയാലാണ് 4 കിട്ടുക? 2 അല്ലേ കൂട്ടേണ്ടത്? ഈ 4നോട് കൂടി എത്ര കൂട്ടിയാൽ നമുക്ക് 6 കിട്ടുക? അതും 2 അല്ലേ കൂട്ടേണ്ടത്? ഇനിയിപ്പോൾ അടുത്തത് എത്രയാണെന്ന് വെച്ചാൽ 6നോട് കൂടി വീണ്ടും 2 കൂട്ടണം, അപ്പോഴല്ലേ 8 കിട്ടുക. വീണ്ടും 2 കൂട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ ചിന്തിക്കുകയാണെങ്കിൽ നോക്ക്, 3നോട് കൂടി എത്ര കൂട്ടിയാൽ 5 കിട്ടുക? അവിടെയും 2 കൂട്ടേണ്ടത് അല്ലേ? ഇവിടെ 5നോട് കൂടി എത്ര കൂട്ടിയാൽ 7 കിട്ടുക? അവിടെയും 2 കൂട്ടേണ്ടത് അല്ലേ? അപ്പോൾ നോക്ക്, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് ഇരട്ടസംഖ്യാന്നും ഒറ്റ സംഖ്യാന്നും ഒക്കെ പറഞ്ഞാൽ ഒരു സംഖ്യയുടെ കൂടെ 2 കൂട്ടി അല്ലേ ഇരട്ടസംഖ്യക്ക് പോവുക. അതേപോലെ തന്നെ അല്ലേ ഒറ്റ സംഖ്യക്കും ഒരു സംഖ്യയുടെ തൊട്ടപ്പുറത്തെ സംഖ്യ കിട്ടണമെങ്കിൽ 2 കൂട്ടേണ്ടത്, വീണ്ടും 2 കൂട്ടേണ്ടത്. ഈ 2 അല്ലേ കൂട്ടി പോണേ. നമുക്കറിയാം ഒരേ സംഖ്യ കൂട്ടി പോണ ശ്രേണിക്ക് നമ്മൾ എന്ത് ശ്രേണി എന്നത് പറയാ? ഇത് സമാന്തര ശ്രേണി അല്ലേ? എന്താണ് ഒരു സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ? ഒരേ സംഖ്യ കൂട്ടി ഇങ്ങനെ പോവുക അല്ലേ? ഒരു സംഖ്യയുടെ കൂടി 2 കൂട്ടി, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ എത്രയാണോ
ഒരു സംഖ്യ ഒരേ സെയിം സംഖ്യ കൂട്ടി പോണ ഒരു ശ്രേണി, അതല്ലേ സമാന്തര ശ്രേണി. അപ്പോൾ ഇവിടെ ഒറ്റ സംഖ്യകളിൽ നിന്നും ഇരട്ട സംഖ്യകളിൽ നിന്നും അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഇത് രണ്ടും സമാന്തര ശ്രേണിയല്ലേ അല്ലേ? നമ്മൾ ഒറ്റ സംഖ്യ എന്നുള്ളതും ഇരട്ട സംഖ്യ എന്നുള്ളതും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചിന്തിച്ചാൽ ഇത് രണ്ടും സമാന്തര ശ്രേണികളല്ലേ? അപ്പം ഈ രണ്ട് സമാന്തര ശ്രേണികളിൽ അങ്ങനെ ആണെങ്കിൽ എല്ലാ സമാന്തര ശ്രേണിയിലും അങ്ങനെ ആവണ്ടേ? അങ്ങനെ ആണെന്നാ ഓർത്തു വെച്ചോ, അങ്ങനെയാണ്. ഓക്കെ, എല്ലാ സമാന്തര ശ്രേണിയിലും ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും അതിൻ്റെ ശരാശരി ആയിട്ട് വരിക. എല്ലാ സമാന്തര ശ്രേണിയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ സമാന്തര ശ്രേണി എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നോക്ക് 5, 10, 15 5, 10, 15 സമാന്തര ശ്രേണിയാണോ അല്ലേ? 5ൻ്റെ കൂടെ 5 കൂട്ടിയാൽ 10 കിട്ടും, വീണ്ടും 5 കൂട്ടേണ്ടത്, 5 കൂട്ടി കൂട്ടി പോണേ. ഇതിൻ്റെ ശരാശരി ഏതാന്ന് ചോദിച്ചാൽ ഒത്ത നടുക്ക് നിൽക്കണ 10 ആയിരിക്കും അത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 12ൻ്റെ ആദ്യ 3 ഗുണിതങ്ങൾ 12, 24, 36 അല്ലേ? 12ൻ്റെ കൂടെ 12 കൂട്ടിയാൽ 24, വീണ്ടും 12 കൂട്ടിയാൽ 36 സമാന്തര ശ്രേണി തന്നെയല്ലേ? അപ്പോൾ ഇതിൻ്റെ ശരാശരി ഏതാന്ന് ചോദിച്ചാൽ അത് ഒത്ത നടുക്ക് നിൽക്കണ 24 ആവണ്ടേ നമ്മൾ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ? എന്നാൽ അങ്ങനെ ആണ്, അതാണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ, ഏതൊരു സമാന്തര ശ്രേണിയാണെങ്കിലും അതിൻ്റെ ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും അതിൻ്റെ ശരാശരി ആയിട്ട് വരിക എന്നുള്ള കാര്യം. ഓക്കെ, ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും ശരാശരി. അപ്പം ഇരട്ട സംഖ്യ എന്നോ ഒറ്റ സംഖ്യ എന്നോ ഇനി ഏതെങ്കിലും സംഖ്യയുടെ ഗുണിതങ്ങളെന്നോ എന്ത് പറഞ്ഞാലും ആദ്യം ചിന്തിക്കുക അതൊരു സമാന്തര ശ്രേണിയാണോ. സമാന്തര ശ്രേണിയാണെങ്കിൽ ഒന്നും നോക്കണ്ട, നടുക്ക് നിൽക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും അതിൻ്റെ ശരാശരി ആയിട്ട് വരിക എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നോക്ക്, ഒരു 1, 2, 3, 4, 5 ഇത് 1, 2, 3, 4, 5 എന്താ അത്? ആദ്യത്തെ 5 എണ്ണൽ സംഖ്യ അല്ലേ അത്? ഈ 1നോട് കൂടി എത്ര കൂട്ടിയാലാ 2 കിട്ടുക? 1 കൂട്ടിയാൽ അല്ലേ? 2നോട് കൂടി എത്ര കൂട്ടിയാലാ 3 കിട്ടുക? 1 കൂട്ടിയാ. 3നോട് കൂടി എത്ര കൂട്ടിയാലാ 4 കിട്ടുക? 1 കൂട്ടിയാ. 4നോട് കൂടി എത്ര കൂട്ടണം? 5 കിട്ടണമെങ്കിൽ വീണ്ടും 1 കൂട്ടണം അല്ലേ? 1 അല്ലേ കൂട്ടി കൂട്ടി പോണേ. അപ്പം ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എണ്ണൽ സംഖ്യയും ഒരു സമാന്തര ശ്രേണി അല്ലേ? സമാന്തര ശ്രേണി ആണെങ്കിൽ ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ആയിരിക്കും അതിൻ്റെ ശരാശരി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പം ഇതിൽ ആരാണ് ഒത്ത നടുക്ക് നിൽക്കണവൻ? അത് 3 അപ്പോൾ ഇതിൻ്റെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3 വരിക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എണ്ണൽ സംഖ്യയെന്നോ ഇരട്ട സംഖ്യയെന്നോ ഒറ്റ സംഖ്യയെന്നോ ഏതെങ്കിലും സംഖ്യയുടെ ഗുണിതങ്ങളെന്നോ എന്നൊന്നുമില്ല. ഏത് സമാന്തര ശ്രേണിയാണെങ്കിലും, ഇപ്പോൾ ഇതൊക്കെ സമാന്തര ശ്രേണികളാണ്. അപ്പോൾ ഏത് സമാന്തര ശ്രേണിയാണെങ്കിലും അതിൻ്റെ ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും അതിൻ്റെ ശരാശരി ആയിട്ട് വരിക എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം, സെയിം ചോദ്യം തന്നെയാണ്, പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയാണ്. തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ ശരാശരി 73 ആയാൽ അതിൽ ചെറിയ സംഖ്യ ഏതാ? നമ്മളിപ്പോൾ പറഞ്ഞു തുടർച്ചയായിട്ടുള്ള സംഖ്യ, നമ്മൾ ഇരട്ട സംഖ്യകൾ എന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒറ്റ സംഖ്യ എന്നാണ്, ഓർത്ത് വെച്ചോ. ഒറ്റ സംഖ്യ ആണെങ്കിലും ഇരട്ട സംഖ്യ ആണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ്. ഏതാണോ ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ അതായിരിക്കും ശരാശരി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വെറുതെ ഒന്ന് എഴുതുകയാണ്, ABC ഇതാണ് ആ പറഞ്ഞിരിക്കുന്ന 3 ഒറ്റ സംഖ്യകൾ. അങ്ങനെ ആണെങ്കിൽ ഈ പറയുന്ന ശരാശരിയായ 73 എന്ന് പറയുന്നത് ഒത്ത നടുക്ക് നിൽക്കുന്ന B ആയിരിക്കണ്ടേ അല്ലേ? ഇത് 73 ആണെങ്കിൽ അതിൻ്റെ തൊട്ട് അപ്പുറത്തെ സംഖ്യ എത്രയായിരിക്കും? അത് 75 ആവണ്ടേ? അതിൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന സംഖ്യ ഏതായിരിക്കും? അത് 71 ആവണ്ടേ അല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചോ, ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും അതിൻ്റെ ശരാശരി ആയിട്ട് വരിക. അപ്പോൾ നേരത്തെ മുതൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നൊരു ചോദ്യം, ഒത്ത നടുക്ക് നിൽക്കണവനാണ് ശരാശരി എന്നല്ലേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അങ്ങനെ ഒത്ത നടുക്ക് ഒരുത്തം നിന്നില്ലെങ്കിൽ എന്താ ചെയ്യുക അല്ലേ? അപ്പോൾ അതാ വന്ന് ചോദ്യം, തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ ശരാശരി 37 ആയാൽ വലിയ സംഖ്യ എത്ര? ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ A ആണ്, B ആണ്, C ആണ്, D ആണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന 4 ഇരട്ട സംഖ്യകൾ ABCD. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഒത്ത നടുക്ക് നിൽക്കണവനായിരിക്കും ശരാശരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒത്ത നടുക്ക് ഒരുത്തനില്ല, ABCD അല്ലേ? ഒത്ത നടുക്ക് ഒരുത്തനായിട്ടില്ല, പക്ഷെ 2 ആൾക്കാരുണ്ട്, Bയും Cയും നടുക്ക അല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചോ, ഇങ്ങനെ ഒത്ത നടുക്ക് ഒരുത്തൻ വന്നിട്ടില്ലെങ്കിൽ ഈ നടുക്ക് നിൽക്കണ 2 പേരില്ലേ അതിൻ്റെ ഒത്ത നടുക്കായിരിക്കും ശരാശരി. ഓക്കെ, അതിൻ്റെ ഒത്ത നടുക്കായിരിക്കും ശരാശരിയായ 37 വരിക. ഓക്കെ, നടുക്ക് നിൽക്കുന്ന 2 സംഖ്യകളുടെ ഒത്ത നടുക്കായിരിക്കും ശരാശരി ഉണ്ടാവുക. അത് 37 ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് 37 ആണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത ഇരട്ട സംഖ്യ ഏതായിരിക്കും? ഇത് 37 ആണെങ്കിൽ 38 ഇരട്ട സംഖ്യ അല്ലേ? ഇത് 38 ആണെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഏതായിരിക്കും? ഓക്കെ, സോറി,
38. ഓക്കെ, ഇത് 37 ആണെങ്കിൽ ഇത് 38 ആണെങ്കിൽ തൊട്ടടുത്ത് എത്രയായിരിക്കും? 38 കഴിഞ്ഞാൽ 40 അല്ലേ? അതിന് പുറകോട്ട് വരികയാണെങ്കിൽ ഇത് 37ന്റെ തൊട്ട് പുറകിലുള്ള ഇരട്ട സംഖ്യ ഏതായിരിക്കും? അത് 36. അതിൻ്റെ തൊട്ട് മുന്നിലുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് 34 അല്ലേ? അപ്പോൾ ഓർത്ത് വെക്കുക, ഈ നടുക്ക് നിൽക്കുന്ന രണ്ട് സംഖ്യകളുടെ ഒത്ത നടുക്കായിരിക്കും ശരാശരി വരിക. അത് 37. ഇവനെ കിട്ടിയാലേ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഉള്ള ഇരട്ട സംഖ്യകളാണ് പൊക്കിയാൽ മതി. അതായിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് വലിയ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് 40 ആയിരിക്കും ആൻസർ വരിക. റെഡി? അപ്പോൾ ഒത്ത നടുക്ക് ഒരുത്തനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒത്ത നടുക്ക് നിൽക്കുന്ന രണ്ട് സംഖ്യകളുടെ നടുക്കായിരിക്കും ശരാശരി വരിക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട ഏത് സംഖ്യകളിലേക്ക് വേണമെങ്കിലും അതിനെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ അടുത്തൊരു ടൈപ്പിലേക്ക് പോയതാണ്. 20 സംഖ്യകളുടെ ശരാശരി 80 ആണ്. അവയിൽ ഓരോ സംഖ്യയോട് കൂടിയും 3 വീതം കൂട്ടിയാൽ പുതിയ ശരാശരി എത്ര? ഓക്കെ, അപ്പോൾ ചോദ്യം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഞാനൊരു എണ്ണൽ സംഖ്യകൾ ഒരു 3, 4, 5 തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകളാണിത്. 3, 4, 5 തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകളാണ്. നമുക്കറിയാം തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണെങ്കിൽ ശരാശരി ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒത്ത നടുക്ക് നിൽക്കുന്ന 4 ആയിരിക്കണ്ടേ അതിൻ്റെ ശരാശരി ആയിട്ട് വരേണ്ടത്. അപ്പോൾ 3, 4, 5 ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ 4 അല്ലേ? ശരാശരി 4. ഓക്കെ, അപ്പോൾ ഞാനൊരു ചെറിയ പണി ചെയ്യാൻ പോണ്. അപ്പോൾ ഈ 3, 4, 5 അപ്പോൾ ഈ 3 സംഖ്യകളോട് കൂടിയും ഒരു 2 വീതം അങ്ങോട്ട് കൂട്ടുക. 3, 4, 5 ഈ 3 സംഖ്യയുടെ കൂടെയും ഒരു 2 കൂട്ടുകയാണ്. 3നോട് കൂടി 2 കൂട്ടിയ 5 ആയി. 4നോട് കൂടി 2 കൂട്ടിയ 6 ആയി. 5നോട് കൂടി 2 കൂട്ടിയ 7 ആയി. 5, 6, 7 വീണ്ടും 5, 6, 7 തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യ തന്നെയല്ലേ 5, 6, 7. ഏതാ അതിൻ്റെ ശരാശരി ആയിട്ട് വന്നത് അല്ലേ? ഒത്ത നടുക്ക് നിൽക്കണ 6 ആയിരിക്കണ്ടേ അല്ലേ? നമ്മൾ എണ്ണൽ സംഖ്യയുടെ ശരാശരി ഏതാണെന്ന് വെച്ചാൽ ഒത്ത നടുക്ക് നിൽക്കുന്ന സംഖ്യ ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം 3, 4, 5 ഒത്ത നടുക്ക് നിൽക്കുന്ന 4 ആയിരിക്കും ഈ 3 എണ്ണത്തിൻ്റെ ശരാശരി ആയിട്ട് വരിക. ഞാനൊരു പണി ചെയ്യുന്നത് ഈ 3 സംഖ്യകളോട് കൂടിയും ഒരു 2 വീതം കൂട്ടുകയാണ് ചെയ്തത്. അങ്ങനെ ഈ 3 എണ്ണത്തിൻ്റെ കൂടെയും 2 കൂട്ടി. അപ്പോൾ പുതിയ സംഖ്യകൾ 3 എന്നുള്ളത് 5 ആയി, 4 എന്നുള്ളത് 6 ആയി, 5 എന്നുള്ളത് 7 ആയി. 5, 6, 7 5, 6, 7 എന്ന് പറഞ്ഞാൽ വീണ്ടും എണ്ണൽ സംഖ്യ ഒത്ത നടുക്ക് നിൽക്കുന്ന 6 ആയിരിക്കണ്ടേ അതിൻ്റെ ശരാശരി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു കാര്യം മനസ്സിലാവും. അതായത് 4 എന്നുള്ള ശരാശരി 6ലേക്ക് മാറി. എപ്പോൾ? എല്ലാ സംഖ്യയോട് കൂടിയും 2 കൂട്ടിയപ്പോൾ. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ശരാശരിയുടെ കൂടെയും ആ 2 കൂടി എന്നല്ലേ നമുക്ക് കാണാൻ പറ്റുക അല്ലേ? അപ്പോൾ അല്ലേ 4 എന്നുള്ളത് 6 ആയി എന്ന് പറഞ്ഞാൽ ആ 2 ശരാശരിയുടെ കൂടെയും കൂടി അല്ലേ? 4നോട് കൂടി 2 കൂടിയിട്ട് 6 ആയി എന്നല്ലേ നമുക്കിവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, എല്ലാ സംഖ്യയോട് കൂടിയും ഒരേ സംഖ്യ കൂട്ടിയാൽ ആ സംഖ്യ ശരാശരിയുടെ കൂടെയും കൂടുന്നുള്ളതാണ്. എല്ലാ സംഖ്യയോട് കൂടെയും ഒരേ സംഖ്യ കൂട്ടുകയാണെങ്കിൽ ആ സംഖ്യ ശരാശരിയുടെ കൂടെയും കൂടുന്നുള്ള കാര്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ എന്നാൽ 3, 4, 5 ഇതിൻ്റെ 2 കൂട്ടിയപ്പോൾ പുതിയ ശരാശരി 4 നിന്ന് 6ലേക്ക് വന്നു എന്നല്ലേ നമ്മൾ കണ്ടേ? അതിൻ്റെ അർത്ഥം ശരാശരിയുടെ കൂടെയും 2 കൂടി. അപ്പോൾ ഇവിടെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, എല്ലാ സംഖ്യകളുടെ കൂടെയും ഒരേ സംഖ്യ കൂട്ടിയാൽ ആ സംഖ്യ ശരാശരിയുടെ കൂടെയും കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ 20 സംഖ്യകളാണ്. ഇനി ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ 20 സംഖ്യകളാണ്. അവയുടെ ശരാശരി 80 ആണെന്ന് ചോദ്യം പറഞ്ഞിട്ടുണ്ട്. അവയിൽ ഓരോ സംഖ്യയോട് കൂടിയും നമ്മുടെ ഇതേ കണ്ടീഷനാണ് വന്നത്. അവയിൽ ഓരോ സംഖ്യയോടുകൂടിയും 3 വീതം കൂട്ടിയാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു എല്ലാ സംഖ്യയുടെ കൂടെയും ഒരേ സംഖ്യ കൂട്ടിയാൽ ആ സംഖ്യ ശരാശരിയുടെ കൂടെയും കൂടും എന്നല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ 20 സംഖ്യകളുടെ ശരാശരി 80 ആണ്. അവയിൽ ഓരോ സംഖ്യയോട് കൂടിയും 3 വീതം കൂട്ടിയാൽ, ഓരോ സംഖ്യയുടെ കൂടെയും 3 വീതം കൂട്ടിയാൽ ആ 3 ശരാശരിയുടെ കൂടെയും കൂടുന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. 80 ആയിരുന്നു ശരാശരി പഴയത്.
അവയിൽ ഓരോ സംഖ്യയുടെ കൂടെയും 3 വീതം കൂട്ടിയാൽ ആ 3 പഴയ ശരാശരിയുടെ കൂടെയും കൂടും. അപ്പോൾ ആൻസർ വരിക 83. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് എഴുതിയാൽ മതി. ഇതിൻ്റെയൊക്കെ ആൻസർ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ചെയ്യാനുണ്ടാവും, അതിലേക്കൊന്നും പോവണ്ട. അപ്പോൾ ഇവിടെ 20 സംഖ്യകളുടെ ശരാശരി 80 അല്ലേ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവയിൽ ഓരോ സംഖ്യയോട് കൂടിയും 3 വീതം കൂട്ടിയാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ സംഖ്യയുടെ കൂടെയും ഒരേ സംഖ്യ കൂട്ടുകയാണെങ്കിൽ ആ സംഖ്യ ശരാശരിയുടെ കൂടെയും കൂടുന്നല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ 80നോട് കൂടി അല്ലേ അവയിൽ ഓരോ സംഖ്യയോട് കൂടിയും 3 വീതം കൂട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ സംഖ്യയോട് കൂടിയും 3 വീതം കൂട്ടിയാൽ ആ 3 ശരാശരിയുടെ കൂടെയും കൂടണ്ടേ, അതല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആൻസർ 83 എന്നുള്ളത് വരും അല്ലേ. ആ 3 ശരാശരിയുടെ കൂടെയും കൂടും. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാവുന്നൊരു കാര്യം, നമ്മളിത് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് സമയം എടുത്ത് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാനൊന്നും പോവേണ്ട കാര്യമില്ല, നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, കിട്ടുന്ന ആൻസറേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ നോട്ടായിട്ട് എഴുതി വെക്കുക. ഓരോ സംഖ്യയുടെ കൂടെയും ഒരേ സംഖ്യ കൂട്ടിയാൽ ആ സംഖ്യ ശരാശരിയുടെ കൂടെയും കൂടും. നമ്മളൊന്ന് ഓർത്ത് വെക്കുക, നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. അങ്ങനെ ഒരു ഐഡിയ നമുക്ക് കിട്ടിയാൽ ഇതൊക്കെ ജസ്റ്റ് വായിക്കുക, ആൻസറിലേക്ക് പോവുക. 20 സംഖ്യകളുടെ ശരാശരി 80 ആണ്. അവയിൽ ഓരോ സംഖ്യയുടെ കൂടെയും 3 വീതം കൂട്ടുക. ഓരോ സംഖ്യയുടെ കൂടെയും 3 കൂട്ടിയാൽ ആ 3 ശരാശരിയുടെ കൂടെയും കൂടും. അപ്പോൾ ആൻസർ 83. അപ്പോൾ നമുക്ക് ആ ടൈപ്പിലെ തന്നെ ഒരു ചോദ്യം ഒന്ന് നോക്കാം. ഒരു കുടുംബത്തിലെ 6 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 26. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്കിൽ 4 വർഷം കഴിഞ്ഞ് അവരുടെ ശരാശരി വയസ്സ് എത്ര? ഇപ്പം നമ്മൾ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണിത്. ഓക്കെ, അതായത് ഒന്ന് ഓർത്ത് നോക്ക്, 6 അംഗങ്ങളാണുള്ളത്, അവരുടെ ശരാശരി വയസ്സ് 26 അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്കിൽ 4 വർഷം കഴിഞ്ഞ് നോക്ക്, 4 വർഷം കഴിഞ്ഞ് എന്ന് പറയുമ്പോഴേ ഈ പറയുന്ന 6 പേർക്കും 4 വയസ്സ് കൂടില്ലേ? അതായത് അവർക്ക് ഇപ്പോൾ നിലവിലുള്ള വയസ്സിൻ്റെ കൂടെ 4 കൂട്ടേണ്ടതായിട്ട് വരില്ലേ അല്ലേ? ഇപ്പം നിലവിൽ അവർക്ക് എത്രയാണോ പ്രായമുള്ളത് അതിൻ്റെ കൂടെ എല്ലാവർക്കും 4 വയസ്സ് കൂടുന്നു പറഞ്ഞാൽ അവർക്ക് ഇപ്പം നിലവിലുള്ള പ്രായത്തിൻ്റെ കൂടെ എല്ലാവരുടെ പ്രായത്തിൻ്റെ കൂടെയും 4 കൂട്ടേണ്ടതായിട്ട് വരൂലേ? നമുക്കറിയാം എല്ലാ സംഖ്യയുടെ കൂടെയും ഒരേ സംഖ്യ കൂട്ടിയാൽ ആ സംഖ്യ ശരാശരിയുടെ കൂടെയും കൂടുന്നല്ലേ പറഞ്ഞേ. ഇവരുടെ ശരാശരി 26 ആയിരുന്നു. 4 വർഷം കഴിയുമ്പോൾ എല്ലാ ആളുകളുടെ പ്രായത്തിൻ്റെ കൂടെയും 4 കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ ആ 4 ശരാശരിയുടെ കൂടെയും കൂടുന്നല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ 26 4 30 ആൻസർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടൈപ്പിലെ അവസാനത്തെ ഒരു ചോദ്യം കൂടി പറയുകയാണ്. ഒരു കുടുംബത്തിലെ 10 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 30 ആണ്. അപ്പോൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 10 അംഗങ്ങളാണെന്ന് തന്നിട്ടുണ്ട്, അവരുടെ ശരാശരി 30 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ 6 വർഷം മുൻപ് അവരുടെ ശരാശരി വയസ്സ് എത്ര? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ശേഷം അല്ലെങ്കിൽ അതിനോട് കൂടി കൂട്ടുന്ന കാര്യമല്ലേ പറഞ്ഞത് അല്ലേ? എല്ലാ സംഖ്യയുടെ കൂടെയും ഒരേ സംഖ്യ കൂട്ടിയാൽ ആ സംഖ്യ ശരാശരിയുടെ കൂടെയും കൂടുന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്ക്, 6 വർഷം മുൻപുള്ള കാര്യമാണ് ക്വസ്റ്റ്യൻ്റെ ആവശ്യം. 6 വർഷം മുൻപ് അല്ലേ? അപ്പോൾ മുൻപ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, കുറയ്ക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലേ? അതായത് ഈ 10 അംഗങ്ങളുണ്ട്, ഈ 10 അംഗങ്ങൾക്കും 6 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ 6 വയസ്സ് വീതം കുറവായിരിക്കില്ലേ? അപ്പോൾ എല്ലാവരുടെ പ്രായത്തിൽ നിന്നും ഒരു 6 കുറയ്ക്കേണ്ടതായിട്ട് വരില്ലേ അല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം പോലെ ആണെങ്കിൽ 10 അംഗങ്ങളുടെ ശരാശരി വയസ്സ് 30 ആണ്. എങ്കിൽ 6 വർഷം കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ആൻസർ 36 ആയിരിക്കില്ലേ വരിക? ഇവിടെ 6 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വയസ്സിൽ നിന്നും ഒരു 6 കുറയ്ക്കേണ്ടതായിട്ട് വരൂലേ? അപ്പോൾ ഓർത്ത് വെച്ചോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എല്ലാ സംഖ്യയുടെ കൂടെയും ഒരേ സംഖ്യ കൂട്ടിയാൽ ആ സംഖ്യ ശരാശരിയുടെ കൂടെയും കൂടുന്നല്ലേ? അപ്പോൾ ഇവിടെ എല്ലാ സംഖ്യയിൽ നിന്നും ഒരേ സംഖ്യ കുറച്ചാൽ, അതല്ലേ ഇവിടുത്തെ ഐഡിയ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോ, എല്ലാ സംഖ്യയിൽ നിന്നും ഒരേ സംഖ്യ കുറച്ചാൽ ആ സംഖ്യ ശരാശരിയിൽ നിന്നും കുറയും. അപ്പോൾ ഇവിടെ 30 - 6 അല്ലേ? എന്തുകൊണ്ട് 30 - 6 എന്ന് വന്നത്? അതായത് 30 മീൻസ് 6 വർഷം മുൻപുള്ളതല്ലേ വേണ്ടത്. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 6 വർഷം മുൻപുള്ളതെന്ന് പറയുമ്പോഴേ അവർ 10 പേരാണ് ഉള്ളത്. ആ 10 പേർക്കും 6 വയസ്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ 10 പേരുടെ വയസ്സിൽ നിന്നും 6 കുറയ്ക്കേണ്ടതായിട്ട് വരും അല്ലേ?
അപ്പോൾ അത് ശരാശരിയിൽ നിന്നും കുറയും. അപ്പോൾ ആൻസർ 24 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ സംഖ്യയുടെ കൂടെയും ഒരേ സംഖ്യ കൂട്ടിയാൽ ആ സംഖ്യ ശരാശരിയുടെ കൂടെയും കൂടും. അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യം, എല്ലാ സംഖ്യയിൽ നിന്നും ഒരേ സംഖ്യ കുറച്ചാൽ ആ സംഖ്യ ശരാശരിയിൽ നിന്നും കുറയും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ സംഖ്യയുടെ കൂടെയും ഒരേ സംഖ്യ കൂട്ടിയാലും കുറച്ചാലും, കൂട്ടിയാൽ ആ സംഖ്യ ശരാശരിയുടെ കൂടെ കൂടും, കുറച്ചാൽ ആ സംഖ്യ ശരാശരിയിൽ നിന്നും കുറയും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക.